എൻ്റെ ശരീരം ഭക്ഷിക്കും, എൻ രക്തം പാനം ചെയ്യും. മാനവനെന്നിൽ നിവസിക്കും, അവനിൽ ഞാനും നിശ്ചയമാൻ. വിധിയിൽ വീഴാതവനെ ഞാൻ അന്തിമ ദിവസമുയർപ്പിക്കും. നിത്യായുസവനേകും ഞാൻ, ഏവം നാഥനരുൾ ചെയ്തു. എത്ര അർത്ഥവത്തായ ഒരു പാട്ടാണല്ലേ. ഇതൊക്കെ പാടിച്ചിട്ട് ഇങ്ങോട്ട് ഇറങ്ങിയിട്ട് ആളുകൾ പറയുക, കർത്താവെന്നെ വിധിച്ച് തീനരകത്തിലോട്ട് തള്ളും, ശുദ്ധീകരണ സ്ഥലത്ത് പോയി തീക്കാത്ത് കിടക്കേണ്ടി വരും. എന്തെല്ലാം പൊട്ടത്തരങ്ങളാണ് വിളിച്ചിരുന്നത്. എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ ഒരു കാരണവശാലും ശിക്ഷാവിധിയിൽ വീഴുകയില്ലെന്നാണ് ആ പറഞ്ഞ വാക്കിനർത്ഥം. വിധിയിൽ വീഴാതെ അവനെ ഞാൻ അന്തിമ ദിവസം ഉയർപ്പിക്കും. പ്രൈസ് ദ ലോർഡ്. അപ്പോൾ നിങ്ങൾ സന്തോഷിക്കുക. വിശുദ്ധ കുർബാന കൂടുമ്പം ഈ പാട്ടൊക്കെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. വിധിയിൽ വീഴാതെ അവനെ ഞാൻ അന്തിമ ദിവസം ഉയർപ്പിക്കും. ഒരൊറ്റ പ്രാവശ്യം വിശുദ്ധ കുർബാന സ്വീകരിച്ച ഒരു വ്യക്തിയുടെ അവസ്ഥയാണ് ഈ പറയുന്നത്. പ്രൈസ് ദ ലോർഡ്. അപ്പോൾ പാപം ചെയ്താൽ പരിശുദ്ധാത്മാവ് പോകും എന്നൊക്കെ പറയുന്നത് വെറുതെ പറയുന്നതാണ് കേട്ടോ. പാപം ചെയ്താൽ പരിശുദ്ധാത്മാവൊന്നും പോകുമല്ല. പരിശുദ്ധാത്മാവാണ് നമുക്ക് പാപബോധം നൽകുന്നത്. പരിശുദ്ധാത്മാവ് നമ്മെ വിട്ടു പോയാൽ പിന്നെ നമുക്കെങ്ങനെ പാപബോധം ഉണ്ടാകും? അപ്പോൾ പരിശുദ്ധാത്മാവ് ഒരിക്കൽ നമുക്ക് ലഭിച്ചാൽ പിന്നെ ഒരിക്കലും മാമോദിസ എന്ന കൂദാശയുടെ നമുക്ക് ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും പരിശുദ്ധാത്മാവ് നമ്മെ വിട്ടുപോകില്ല. മാത്രമല്ല ഈ പരിശുദ്ധാത്മാവാണ് നമുക്ക് പാപബോധം നൽകുന്നത്. പ്രൈസ് ദ ലോർഡ്.